ഹീലിംഗ് പ്രേയേഴ്സ് 2 എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ 2025 ആണ്ടിൽ പൂർണ്ണമായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹപ്രദമാക്കുവാൻ, നാം ആഗ്രഹിക്കുന്ന വിജയം നേടിയെടുക്കുവാൻ, നാം ആഗ്രഹിക്കുന്ന പദവി നേടിയെടുക്കുവാൻ, നാം ആഗ്രഹിക്കുന്ന ജോലികൾ പൂർത്തീകരിക്കുവാൻ, ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ, നിങ്ങളുടെ നിയോഗങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്കിപ്പോൾ ഏറ്റവും ആവശ്യമായ 3 നിയോഗങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ആഗ്രഹത്തോടെ, കർത്താവേ, ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഈ 3 അത്ഭുതങ്ങൾ കാണുവാൻ എന്നെ ഇടയാക്കണമേ. ഞാൻ ഒത്തിരി ആഗ്രഹിക്കുകയും അതിന്മേൽ പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ ഈ പ്രാർത്ഥനയിലൂടെ നീ എനിക്ക് വഴി തെളിച്ചു തരണമേ. അനുഗ്രഹത്തിൻ്റെ വഴികൾ എൻ്റെ ദൈവമേ എൻ്റെ നേരെ തുറക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മുടെ കുറവുകളെ, ബലഹീനതകളെ, നമ്മുടെ തിന്മയെ, പാപങ്ങളെ വെറുത്തുപേക്ഷിക്കുവാൻ നമുക്കൊരു തീരുമാനമെടുക്കാം. എല്ലാത്തിനും സഹായത്തിനായി നമുക്ക് ദൈവമുള്ളപ്പോൾ നാം എന്തിന് ദൈവപാതയിൽ നിന്ന് അകന്നു പോകണം? കർത്താവിനോട് മാപ്പ് പറഞ്ഞ് അനുതാപമുള്ള ഹൃദയത്തോടെ ഇന്ന് ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നോട് കരുണയായിരിക്കണമേ. എൻ്റെ ആവശ്യങ്ങളുടെ മേൽ നീ ഇടപെടണമേ. ദൈവമേ, നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്നതെല്ലാം പൂർത്തീകരിക്കുവാൻ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ അങ്ങ് എന്നോട് ആജ്ഞാപിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ എനിക്ക് സാധിക്കുകയുള്ളൂ. അതിനാൽ സഹായകനായ പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റി ദൈവം കൽപ്പിച്ചിട്ടുള്ള ഓരോന്നും, ദൈവം എന്നോട് ആവശ്യപ്പെട്ട ഓരോ കാര്യങ്ങളും എൻ്റെ ഈ ജീവിതത്തിൽ തന്നെ ചെയ്തു തീർക്കുവാൻ എനിക്ക് കൃപ തരണമേ, എന്നെ സഹായിക്കണമേ. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കരുണ തോന്നി നിങ്ങളെ അനുഗ്രഹിക്കും. സങ്കീർത്തനം 28. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ അഭയശിലയായ അങ്ങ് എനിക്ക് നേരെ ചെവി അടയ്ക്കരുതേ. അങ്ങ് മൗനം പാലിച്ചാൽ ഞാൻ പാതാളത്തിൽ പതിക്കുന്നവനെ പോലെയാകും. അങ്ങയുടെ ശ്രീകോവിലിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്കർമ്മികളായ നീചരോടുകൂടെ എന്നെ വലിച്ചിഴക്കരുതേ. അവർ അയൽക്കാരനോട് സൗഹൃദത്തോടെ സംസാരിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയത്തിൽ ദുഷ്ടത കുടികൊള്ളുന്നു. അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച്, അവരുടെ അകൃത്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകണമേ. അവർ ചെയ്തതനുസരിച്ച് അവരോട് ചെയ്യണമേ. അവർക്ക് തക്ക പ്രതിഫലം കൊടുക്കണമേ. അവർ കർത്താവിൻ്റെ പ്രവൃത്തികളെയും കരവേലകളെയും പരിഗണിച്ചില്ല. അതുകൊണ്ട് അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പിന്നീടൊരിക്കലും പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും പരിചയവുമാണ്. കർത്താവിൽ എൻ്റെ ഹൃദയം ശരണം വയ്ക്കുന്നു. അതുകൊണ്ട് എനിക്ക് സഹായം ലഭിക്കുന്നു. എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു. ഞാൻ കീർത്തനമാലപിച്ച് അവിടുത്തോട് നന്ദി പറയുന്നു. കർത്താവ് സ്വന്തം ജനത്തിൻ്റെ ശക്തിയാണ്. തൻ്റെ അഭിഷിക്തന് സംരക്ഷണം നൽകുന്ന അഭയസ്ഥാനം അവിടുന്നാണ്. അവിടുത്തെ ജനത്തെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഇടയനായിരിക്കുകയും എന്നും അവരെ സംവഹിക്കുകയും ചെയ്യണമേ. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ഈ സങ്കീർത്തനത്തിലൂടെ അങ്ങയോട് ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ 3 നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് കരുണ തോന്നി
ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയാൽ, ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ നീ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന്, ഞങ്ങളുടെ ജീവിതത്തിൽ എഴുന്നള്ളി വന്ന്, ഞങ്ങളുടെ ഭവനത്തിൽ, കുടുംബത്തിൽ എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ നീ ഇടപെടണമേ. എൻ്റെ കർത്താവായ ദൈവമേ, നീ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ രൂപാന്തരീകരണം സംഭവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതം നീ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിച്ചു തീർക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്നാൽ ഞാൻ കാണുന്നത് ഈ ഒരു ചെറിയ ലോകം മാത്രമാണ്. ഞാൻ കാണുന്നത് എൻ്റെ കുടുംബവും ഞാൻ ഇടപെടുന്ന മേഖലയും മാത്രമാണ്. കർത്താവേ, എൻ്റെ അറിവ് വളരെ ചുരുക്കമാണ്. എൻ്റെ അറിവുകൾ പരിമിതമാണ്. എന്നാൽ എൻ്റെ ദൈവമേ, നീ എത്ര മഹോന്നതനാണ്. നീ സർവ്വലോകങ്ങളെയും ഒറ്റ നോട്ടത്തിൽ കാണുന്നവനാണ്. നീ എന്നെക്കുറിച്ച് ഇപ്പോഴും നാളെയും ഇന്നലെയും എല്ലാം കണ്ടിരിക്കുന്നു. എൻ്റെ അവസ്ഥയെക്കുറിച്ച് നിനക്ക് മാത്രമേ അറിയാവൂ. എൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചും ഇനി വരാനിരിക്കുന്ന എൻ്റെ ജീവിതത്തെ, ഓരോ ദിവസത്തെയും കുറിച്ച് വ്യക്തമായി അറിയാവുന്ന എൻ്റെ ദൈവമേ, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ നിന്റെ ഇഷ്ടപ്രകാരം ഞാൻ ജീവിച്ചാൽ എൻ്റെ ജീവിതം എത്രയോ മനോഹരമായിരിക്കും എന്ന് നീ തന്നെ വ്യക്തമാക്കണമേ. കർത്താവേ, ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് നിന്നെ അനുസരിക്കുന്നവളായി, നിന്നെ അനുസരിക്കുന്നവനായി, നിന്റെ കൽപ്പനകൾ പാലിക്കുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും നീ രൂപാന്തരപ്പെടുത്തണമേ. ഈ 2025 വർഷം ഞങ്ങൾ അനേക കാര്യങ്ങൾക്ക് വേണ്ടി, നിയോഗങ്ങൾക്ക് വേണ്ടി സാധിച്ചു കിട്ടാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായത് ഞങ്ങളുടെ ആത്മീയ വളർച്ചയാണ്, ഞങ്ങളുടെ അന്തരാത്മാവിൻ്റെ ആവശ്യങ്ങളാണ്. ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യുവാൻ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ പഠിപ്പിക്കണമേ. നിന്റെ സഹായകനായ പരിശുദ്ധാത്മാവിനെ കൂടാതെ എൻ്റെ ദൈവമേ, ഞങ്ങളുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങളെ നിറവേറ്റാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ ഞങ്ങളുടെ ആത്മാവിൻ്റെ ആവശ്യങ്ങളായ സ്നേഹം, വാത്സല്യം, അംഗീകാരം, ബഹുമാനം, ക്ഷമ, അങ്ങനെ സകല നന്മകളെയും സ്വായത്തമാക്കുവാൻ കർത്താവേ, ഈ 2025 വർഷം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ചുരുങ്ങിയ അറിവുകൾ വെച്ച് ഞങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടത്തണം എന്ന വാശി ഞങ്ങൾ കളഞ്ഞ് നിന്റെ അനന്തമായ അറിവിൻ പ്രകാരം ഞങ്ങൾക്ക് ആവശ്യമായ പരിവർത്തനം ഞങ്ങളുടെ ഹൃദയത്തിൽ വരുത്താൻ, അങ്ങനെ ജീവിതത്തെ ഒരു നന്മയുടെ വഴിയെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും കാണുന്ന ഓരോ അനർത്ഥങ്ങളെയും, ഓരോ അപകടങ്ങളെയും, ഓരോ വ്യത്യസ്തമായ ജീവിതങ്ങളെയും കാണുമ്പോൾ എൻ്റെ ദൈവമേ, നീ ഞങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്, നിന്റെ വഴി ഇതല്ല, നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നതല്ല നിന്റെ വഴി. നിന്റെ വഴി ദൈവത്തിൻ്റെ വഴിയാകണം. നിന്റെ ഇഷ്ടം ദൈവത്തിൻ്റെ ഇഷ്ടമാകണം. നിന്റെ ജീവിതം എൻ്റെ കയ്യിലാണ് എന്ന് കർത്താവേ, നീ ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചു തരണമേ. നിന്റെ പാത പിൻചെന്നാൽ ഞങ്ങൾക്കുണ്ടാകുന്ന വലിയ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് ഒരു നിമിഷത്തേക്ക് കാണിച്ചു തരണമേ. കർത്താവേ, നിന്റെ പാത പിൻചെല്ലുന്നതിന് ഞങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്ന ഞങ്ങളുടെ ഈ ലോകത്തിലെ അറിവുകൾ, ഈ ലോകത്തിലെ ബന്ധങ്ങൾ, ഈ ലോകത്തിലെ കൂട്ടുകെട്ടുകൾ, ഈ ലോകത്തെ സന്തോഷം, ഈ ലോകത്തിലെ പദവി, സമൃദ്ധി, ഇവയെല്ലാം കർത്താവേ എത്രയോ ചെറുതാണ്. നിന്റെ വഴിയെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന പദവിയും ബഹുമാനവും അനുഗ്രഹവും സമാധാനവും സന്തോഷവും എത്രയോ ഉയർന്നതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ നീ മാത്രമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ സഹായം കിട്ടും, എന്നാൽ പരലോകത്തിൽ ഞങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ കർത്താവേ, ഞങ്ങളെ സഹായിക്കാൻ മറ്റാരുണ്ട്? നീയല്ലാതെ മറ്റാരുണ്ട്? അതിനാൽ ഞങ്ങളെക്കുറിച്ച് ഇന്നലെയും ഇന്നും നാളെയും പൂർണ്ണമായി അറിയാവുന്ന ദൈവമേ,
അങ്ങേക്ക് ഞങ്ങളെക്കുറിച്ചുള്ള വലിയ പദ്ധതി നിറവേറ്റുവാൻ ഇന്നത്തെ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ യാചനകളുടെ സ്വരം ശ്രവിക്കുന്ന നാഥ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെ മേലും കരുണ തോന്നണമേ. കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം പോലും കൊടുക്കാൻ കഴിയാതെ ദുഃഖിക്കുന്ന മാതാപിതാക്കളുടെ ആ കുടുംബത്തിൻ്റെ അവസ്ഥ നീ കാണണമേ. കർത്താവേ, ജോലിയിൽ വളരെയധികം അരക്ഷിതാവസ്ഥ നേരിടുന്ന, ജോലി സ്ഥലത്ത് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും അപമാനങ്ങളും പേറി അത്രമാത്രം ദുസ്സഹമായ ജീവിതത്തിൽ കൂടി കുടുംബത്തെ പോറ്റുന്നതിനു വേണ്ടി ജോലി ചെയ്ത് അധ്വാനിക്കുന്ന നിന്റെ മക്കളുടെ മേൽ ഇപ്പോൾ തന്നെ നീ കരമുയർത്തി അവരെ സഹായിക്കണമേ. അവരുടെ മേൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം വെച്ച് ഇപ്പോൾ തന്നെ അവർക്കാവശ്യമായ സഹായം സ്വർഗത്തിൽ നിന്ന് അയച്ച് അവരെ സഹായിക്കണമേ. എൻ്റെ കർത്താവേ, നീ മാത്രമാണ് ഞങ്ങളുടെ പരിചയവും ഞങ്ങളുടെ ശക്തിയും. നിന്നിൽ ഞങ്ങൾ പൂർണ്ണമായും ശരണം വയ്ക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുന്നതിനു വേണ്ടി നിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ. ഒപ്പം ഞങ്ങൾക്കാവശ്യമായ ഹൃദയ പരിവർത്തനം നൽകി ദൈവത്തിൻ്റെ വലിയ പദ്ധതിയെക്കുറിച്ച് ഓരോ നിമിഷവും ഞങ്ങൾ ഓർമ്മിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ മാർഗത്തിൽ ചരിക്കുവാൻ, ദൈവത്തിൻ്റെ ഇഷ്ടാനുസരണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, എൻ്റെ കുടുംബാംഗങ്ങളെ ദൈവഹിതം ചെയ്യുന്നതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കുവാൻ, എൻ്റെ മക്കളെ ദൈവഹിതം നിറവേറ്റുന്നവരായി കാണപ്പെടുന്നതിനു വേണ്ടി ഓരോ നിമിഷവും പ്രാർത്ഥനയോടെ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അങ്ങയിൽ ഞങ്ങളുടെ ഹൃദയം ആനന്ദിക്കുന്നു, അങ്ങയിൽ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുന്നു. ദൈവമേ, അങ്ങയുടെ മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങയുടെ മാർഗത്തിൽ ചരിക്കുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ പഠിപ്പിക്കണമേ. എന്നാൽ ഈ കാണുന്ന മറ്റ് ലോകത്തിൻ്റെതായ സകല സന്തോഷവും അത് മിഥ്യയാണ്. അത് വെള്ളത്തിലെ കുമിള പോലെ പൊട്ടി ഇല്ലാതെയാകുന്നതാണ് എന്ന് ചുറ്റുപാടുമുള്ള ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവെ, അതിൽ നിന്നെല്ലാം പഠിക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മക്കളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ. ഞങ്ങൾക്കാർക്കും വലിയ അപകടങ്ങൾ വരാതെ തന്നെ, ആപത്തുകളിൽ ചെന്ന് പെടാതെ തന്നെ അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴി ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. കർത്താവേ, സമാധാനത്തോടെ സന്തോഷത്തോടെ അങ്ങയുടെ വഴി ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ആ വഴി പഠിക്കുവാൻ ഞങ്ങൾക്ക് സഹായം തരണമേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്ന ഓരോ കാര്യങ്ങളെയും നീ ഏറ്റെടുത്ത് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങൾ അങ്ങയോട് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനമായ ഈ 3 ആവശ്യങ്ങളെ ഇന്ന് തന്നെ നീ മാനിച്ച് അവരുടെ മേൽ കരുണ തോന്നി അവരെ സഹായിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണാമയനായ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് തിന്മകൾക്ക് അറുതി വരുത്തി ദൈവമാർഗത്തിൽ ചരിക്കുന്നതിനും നന്മകൾ മാത്രം ചെയ്യുന്നതിനും സംസാരിക്കുന്നതിനും ചിന്തിക്കുന്നതിനും ഞങ്ങളെ തന്നെ പൂർണ്ണമായി നീ വിശുദ്ധീകരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഇന്ന് ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളോട് ഓരോരുത്തരോടും കനിവ് തോന്നി നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അവിടുന്ന് ഇടപെടട്ടെ. നിങ്ങൾ ചോദിക്കുന്ന ഈ 3 ആവശ്യങ്ങൾ ദൈവം മനസ്സലിഞ്ഞ് അത് നിവർത്തിച്ച് തരട്ടെ. നിങ്ങളുടെ ജീവിതയാത്രയിൽ ഇന്നോളം കർത്താവ് നടത്തി, ഇനിയും കർത്താവ് പൂർണ്ണമായും നിങ്ങളുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കും. അവനിൽ പൂർണ്ണമായി വിശ്വസിക്കുക. കർത്താവാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളവൻ. അതിനാൽ ആ കർത്താവിൻ്റെ കരം പിടിച്ച് തന്നെ ഓരോ നിമിഷവും നയിക്കപ്പെടുന്നതിന് അവിടുന്ന് തന്നെ നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.